ഇപ്രാവശ്യം നോക്കാം. ഒന്നുകൂടി കറക്കാൻ പോണേ. അടിപൊളി. പന്നിയാണോ എന്നൊരു സംശയം കേട്ടാ. എന്റെ പൊന്നെ, ഇവിടെ ഉണ്ട് സാധനം ഇവിടെ ഉണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്തോ വരുന്നുണ്ട് സംഭവം. പന്നിയുണ്ട്. എനിക്ക് തോന്നുന്നു മുട്ടയുടെ മണം, ഓംപ്ലേറ്റിൻ്റെ ഒക്കെ മണം വന്നിട്ടാണെന്ന് സംശയമുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വാഴത്തോട്ടാട്ടോ. നല്ല വാഴത്തോട്ടാണ്. നല്ല അടുപ്പിച്ചടുപ്പിച്ച് വാഴയുള്ള ഒരു ഇരുട്ട് മൂടിയ വാഴത്തോട്ടം. ഞാലിപ്പൂവൻ വാഴയുടെ തോട്ടാട്ടോ. ഇന്നിവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പോകണം. ഒന്ന് നൈറ്റ് ഫുഡൊക്കെ വെച്ച്, ഫുഡ് മീൻസ് എന്തെങ്കിലും ചെറുതായിട്ട് വെച്ച് ഇന്നിവിടെ നൈറ്റ് ഫുള്ള് സ്റ്റേ ചെയ്യാൻ പോകാം കേട്ടോ. ഇവിടെ പിന്നെ വലിയ പേടിക്കാനൊന്നുമില്ല. ആനയും പുലിയൊന്നും വരാത്തൊരു ഏരിയ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ടെൻറ്റ് ഇവിടെ സെറ്റാക്കാം. ഇവിടെ നല്ലൊരു കുഴപ്പമില്ലാത്ത ഏരിയ ആണ്. നല്ല സൈലന്റ് ആട്ടോ, ഒരു കുഴപ്പമില്ല, ഒരു പേടിയില്ല. നമുക്ക് ഇവിടെ എന്തായാലും ടെൻറ്റ് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ടെന്റ് സെറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാവുന്ന ഒരു ടെന്റാണിത്. ബാഗൊക്കെ അതിനകത്തോട്ട് എടുത്ത് വെക്കാം. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ബാഗൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ബാഗ്, ടെന്റിന്റെ കവറ്, അതല്ല നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഒരു ലൈറ്റ്, ഇത് വേറൊരു ലൈറ്റ്, ഇത് നമ്മുടെ ക്യാമറയുടെ ബാഗാണ്. ഇത് നമ്മുടെ ചായപാത്രം, ഇത് ഗ്യാസ്. ഇനി ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇത് ഗ്യാസ് എടുക്കും. നമുക്ക് ഗ്യാസ് കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇത് സെറ്റാക്കണം. ഇത് പിടിക്കട്ടെ. കട്ടൻ ചായ ഉണ്ടാക്കുന്ന പാത്രം, പിന്നെ ലൈറ്റുകൾ ഒക്കെ അത്രയും മതി. ബാക്കി അടച്ചിടാം, കൊതുക് കയറും. തൽക്കാലം ഒരു ലൈറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഈ ലൈറ്റും പിടിക്കുന്നോട്ടെ.
പിന്നെ സെറ്റാക്കാം. നല്ല വൃത്തിയുള്ള കൃഷിത്തോട്ടം കേട്ടോ, നല്ല വൃത്തിയുള്ള വാഴത്തോട്ടം. ഓക്കെ, നമുക്കെന്തായാലും കുറച്ച് കട്ടൻ ചായയൊക്കെ വെച്ചൊന്ന് സെറ്റാക്കാം. ഏകദേശമൊക്കെ 6:30 ആയിട്ടോ. ഏകദേശം ഇരുട്ടി വരികയാണ്. നമുക്ക് എന്തായാലും ലൈറ്റുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഒരെണ്ണം നമുക്ക് ടെന്റിന്റെ ഉള്ളിൽ വെക്കാം. ഒരെണ്ണം നമുക്ക് ഇവിടെ തൂക്കിടാം. നമുക്കേ കുറച്ച് കട്ടൻ കാപ്പി ഇട്ടിട്ട് കുടിക്കാം. എന്തായാലും സംഭവം ഇരുട്ടി വരുന്നുണ്ട് കേട്ടാ. ഏകദേശം 7 മണിയൊക്കെ ആവാറായി. 7 മണിയായി. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടൻ ചായ വെച്ച് സെറ്റാക്കി എടുക്കണം. അയ്യോ, വെള്ളം ഭയങ്കരമായിട്ട് തിളച്ചു. പൊടി ഇട്ടൊന്ന് സെറ്റാക്കണം. പഞ്ചസാര ഇട്ടു. അയ്യോ, നമ്മുടെ കട്ടൻ കാപ്പി റെഡി ആയിട്ടോ. ചൂട് കട്ടൻ കാപ്പി. അടിപൊളി കാപ്പി. നല്ലൊരു അന്തരീക്ഷാട്ടോ ഇവിടെ. എന്താ വെച്ചാല് വേറെ ഒച്ചയും ബഹളമൊന്നുമില്ല, ഫുള്ള് സൈലന്റാ. ഇടയ്ക്ക് ഓരോ വവ്വാലിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അല്ല, വാഴത്തോട്ടല്ലേ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പിന്നെ വയനാടായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ലേ. ഏത് സമയം എപ്പോഴാ ഓരോന്ന് വരിക എന്ന് പറയാനും പറ്റില്ല. വയനാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ സമയം സമയം 8:15. നമുക്കിനി എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഇവിടെ തന്നെ അങ്ങ് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോവാം. നമ്മള് ഫുഡിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടതേ കോഴിമുട്ട, കാടമുട്ട, അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതേ ബ്രെഡ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാം. നമുക്കിനി നമ്മുടെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം. കുക്ക് ചെയ്യണമെങ്കിൽ ഇതിവിടെ വെക്കാം. ഇത് നമ്മുടെ കാടമുട്ട കേട്ടോ. അതെ, ഇത് കാടമുട്ടയും പുഴുങ്ങി ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം. ആദ്യം കാടമുട്ട പുഴുങ്ങാനുള്ള പരിപാടി ചെയ്യാം.
അതിനകത്ത് വെച്ചു. ഓക്കെ, ഇതിനകത്തിട്ടു. തീ കൊടുക്കാം. നമ്മുടെ കാടമുട്ട വെള്ളത്തിൽ വെച്ചു കേട്ടോ, പുഴുങ്ങി സെറ്റാക്കി എടുക്കാം. നമ്മുടെ കട്ടിംഗ് ബോർഡ് കത്തി എല്ലാം എടുത്തുണ്ട്. നമുക്ക് കുറച്ച് സവാള അരിഞ്ഞ് ഒന്ന് സെറ്റാക്കണം. നമുക്ക് ഒരു ഇല വെട്ടണം, അല്ലെങ്കിൽ ഈ സവാളയൊക്കെ ചിലപ്പോൾ മണ്ണിൽ ആവും. ഒരു ചെറിയ ഇല ഇത് വെട്ടാം. നമ്മൾ ഇല വെട്ടുന്നത് ചോദിച്ചിട്ടൊന്നുമില്ല, എങ്കിലും നമ്മളൊരു ഇല വെട്ടുകയാണ്. ചെറിയൊരു ഇലയാണ്. അപ്പോൾ ഈ ഇല വെട്ടി ഇതിനകത്ത് ഇട്ടാലേ ഇതിൻ്റെ അടിയിൽ വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് വീഴില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിലത്ത് പോയാലോ. അപ്പോൾ ഇതും കൊണ്ട് ചെയ്യാം. ഈ വാഴയിലയിൽ വെച്ച് അരിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ മണ്ണാവൂല. നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ റെഡിയായി, പച്ചമുളകൊക്കെ റെഡിയായി. നമ്മുടെ കാടമുട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളിയായിട്ട് ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാടമുട്ട ഏകദേശം ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇത്രയും സമയമില്ലേ? അരമണിക്കൂറൊക്കെ ഏകദേശം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആയിട്ടുണ്ടാവും. കാടമുട്ട നമുക്ക് ഇവിടെ വെക്കാം. അടിപൊളി കാടമുട്ട ചേട്ടാ. 2, 4, 6, 8, 10 കാടമുട്ട ഉണ്ട്. നമുക്ക് പച്ചമുളകും സവാളയൊക്കെ ഇതിനകത്തിടാം. ഇട്ടിട്ട് മിക്സ് ആക്കണം നല്ലോണം. ഉപ്പ് മതിയാവൂല്ലേ? ഓക്കെ, അത് മതി. ഈ ഫ്രൈ പാന് നമ്മളെ കഴിഞ്ഞ വട്ടം ആ തോടിൻ്റെ അവിടെ മീൻ വറുത്തപ്പോൾ നമുക്ക് ഒടിഞ്ഞു പോയില്ലേ? അത് കഴിഞ്ഞ് മരത്തിൻ്റെ ഒരു പിടി ഇട്ടതാട്ടോ. ഇത് സംഭവം സെറ്റായി. ഒരു മരത്തിൻ്റെ പിടി ഇട്ടതാ. ഇത് കണ്ട, ഒരു സ്ക്രൂ നെറ്റ് ബോൾട്ടൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചതാ. നമുക്ക് ഇത് കത്തിച്ച് റെഡിയാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പുണ്ട്. സവാള കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. ശകലം കൂടിപ്പോയ പോലുണ്ട്. സംഭവം ഒരു സൈഡ് കുറച്ച് കരിഞ്ഞ പോലെ ഇട്ട്. ഇതിപ്പോ എങ്ങനെയാ അത് തിരിച്ചിടുന്നത്? അതൊന്നും നടക്കില്ല. സംഭവം സെറ്റായിട്ടാ. അടിപൊളി, അടിപൊളിയായി സെറ്റായിട്ടാ. തീ കുറച്ച് കുറയ്ക്കട്ടെ, ഭയങ്കര ചൂട്. സംഭവം അടിപൊളിയായിട്ടാ. ശകലം കരിഞ്ഞിട്ടുണ്ടെങ്കിലും സംഭവം റെഡി. ഇതൊന്നുകൂടി ഒന്ന് തിരിച്ചിട്ടതല്ലേ, ഒന്നുകൂടി ഒന്ന് കറക്കാൻ പോകണേ. ഇതാ കഴിഞ്ഞ വട്ടം മീൻ തിരിച്ചിട്ടപ്പോൾ ഇതിൻ്റെ ഇത് പോയി, പിടി പോയി. പിന്നെ ഇപ്രാവശ്യം നോക്കാം, ഒന്നുകൂടി കറക്കാൻ പോകണേ. പക്ഷേ അത് ഒന്നുകൂടെ സംഭവം സെറ്റായിട്ടാ. അടിപൊളി. ഓക്കെ ആയിട്ടാ, നമ്മളെ സാധനങ്ങളൊക്കെ ഓക്കെ ആയി. ഇനി കുറച്ച് കട്ടൻ ചായയും കൂടി വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മുടെ കാടമുട്ട റെഡിയായി, ഓംപ്ലേറ്റ് റെഡിയായി. നമുക്ക് ഈ ഇലക്കകത്ത് തന്നെ ഇട്ട് സെറ്റാക്കി വെച്ച് കുറച്ച് കട്ടൻ കാപ്പി ഇട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് കഴിക്കണം. അപ്പം അതൊക്കെ കൂട്ടിക്കയറണം. ഇതിൽ തന്നെ ഇടേ. അടിപൊളി കാടമുട്ട. ഇവിടെ കട്ടൻ കാപ്പി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടേക്ക് ഒന്ന് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. കുറച്ച് കാപ്പിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് റെഡിയായി. പിന്നെ അത് ഇവിടെ ഇറക്കി വെക്കാം. നമ്മുടെ ഫുഡ് കൊണ്ടുവെക്കാം കേട്ടോ. ചായ പിടിക്കട്ടല്ലേ? കുഴപ്പമില്ല, ഇലയിൽ വെക്കാം. ചൂട് കുഴപ്പമില്ല. അറിഞ്ഞു പോവോ? ഓക്കെ. നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാണ്. കാടമുട്ട, ഓംപ്ലേറ്റ്, ബ്രെഡ് ഉണ്ട് കേട്ടോ. പക്ഷേ ബ്രെഡും ഓംപ്ലേറ്റും ഒക്കെ കൂടെ ചെയ്യാനാണ് വിചാരിച്ച. ശേഷം നോക്കുമ്പോൾ മുട്ട തന്നെ ഒരുപാടുണ്ട്. ഒക്കെ കൂടി തിന്നുമെന്നാ സംശയം. കുഴപ്പമില്ല, നോക്കാമല്ലേ, കളയണ്ട, എന്തായാലും നമ്മൾ ഉണ്ടാക്കിയല്ലേ. നമ്മുടെ ഓംപ്ലേറ്റ് വലിയ ഓംപ്ലേറ്റ് ആട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. 3 എണ്ണമാണ്. സവാള കൂടുതലായതുകൊണ്ടേ. ഇത് നമ്മുടെ കാടമുട്ട, അതും സെറ്റാണ്. ഇനി നമ്മുടെ കട്ടൻ ചായ, അതും സെറ്റാണ്. കട്ടൻ ചായ അല്ല കേട്ടോ, കട്ടൻ കാപ്പി. ഓക്കെ,
ഇപ്പോൾ സമയം ഏകദേശം 9:30 9:45 9:38. പിന്നെ സമയം ഒരുപാട് ലേറ്റായി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അടിപൊളി ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. നമ്മളെ മുട്ട ഓംപ്ലേറ്റ് 3 മുട്ട ഉള്ളെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. സവാളയൊക്കെ ഒരുപാടുണ്ടായതുകൊണ്ട് തിന്ന് തീരുമെന്നപ്പോ അത് പോരാ തന്നെ ഒരു പാക്കറ്റ് ബ്രെഡും മേടിച്ചതാ. പിന്നെ കാളമുട്ട. കട്ടൻ ചായയും ഓംപ്ലേറ്റും നല്ല ഒരു മീഡിയം തണുപ്പും, അടിപൊളി സെറ്റപ്പ്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട് വാഴയുടെ ഇടയിൽ കൂടെ. ഇനി പന്നിയാണോ പട്ടിയാണോ എന്നറിയില്ല കേട്ടോ. ഓൾറെഡി ഒരു പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. നോക്കാം, നമുക്ക് വേഗം കഴിച്ചേ കയറി കിടക്കാം. നമ്മൾ കാടമുട്ട എന്തായാലും നല്ല സെറ്റാട്ടോ. പക്ഷെ ഇത് തൊലിരിച്ചെടുക്കാനാ പാട്. ആയി വാ, അടിപൊളി. ഇത് നമ്മുടെ കാടമുട്ട. നമ്മളെ പെട്ടെന്ന് കഴിച്ചിട്ട് സീഡാവണം. എന്താ വെച്ചാല് പന്നിയെ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വേഗം കഴിച്ചിട്ട് നമുക്ക് കിടക്കാൻ നോക്കാം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ, രാത്രിയല്ലേ. എന്തായാലും കൊതുകിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് കിടക്കാൻ പോവാട്ടോ. ഒരുപാട് സമയമായി. എന്താ വെച്ചാൽ അതില് പട്ടിയാണോ പന്നിയാണോ എന്നറിയില്ല, ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. കേട്ടാ കേട്ടാ നടന്നു വരും. പട്ടിയാണോ പന്നിയാണോ എന്നറിയില്ല, എന്തോ നടന്നു വരുന്നുണ്ട്. ഈ വാഴയില കരിഞ്ഞതായതുകൊണ്ട് സൗകര്യമൊക്കെ പേടിക്കാനൊന്നുമില്ല. പന്നി വല്ലതുമായിരുന്നു. നോക്കട്ടെ. പന്നിയാണ്. ഓക്കെ, നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയതാട്ടോ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. ഇവിടെ എങ്ങാണ്ട് ഇതാ എൻ്റെ പൊന്നെ, ഇവിടെ ഉണ്ട് സാധനം. ഇവിടെ
അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. പന്നി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കൂടുതൽ ലൈറ്റൊന്നും ഇടുന്നില്ല. ലൈറ്റ് ഓഫ് ആക്കാൻ എന്താ വെച്ചാൽ വാഴത്തോട്ടമായതുകൊണ്ട് പന്നിയുണ്ട്. ഞാൻ പന്നിയും പട്ടിയൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് വിചാരിച്ചു, പക്ഷെ സത്യത്തിൽ ഭയങ്കര പേടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. സംഭവം പന്നിയുണ്ട്. എനിക്ക് തോന്നുന്നു മുട്ടയുടെ മണം, ഓംപ്ലേറ്റിൻ്റെ ഒക്കെ മണം വന്നിട്ടാണെന്നൊരു സംശയമുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്.